പ്രീവിയത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആയിട്ട് എന്തൊക്കെയാണ് സ്പെഷ്യൽ, ഞങ്ങളുടെ സ്പെഷ്യൽ കണ്ടാലോ? വായു കാണിച്ചു തരാം. അപ്പോൾ ഈസ്റ്റർ ആയിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്താണ് സ്പെഷ്യൽ? ഞങ്ങൾക്ക് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെച്ചു. ചിക്കൻ കറി നമ്മൾ ഇന്നലെ വെച്ചു. ഫ്രൈഡ് റൈസ് ഇപ്പോൾ വെക്കാൻ പോവാട്ടോ. രാവിലെ നമുക്ക് ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു. ഈ വലിയ അവധി, ക്രിസ്മസ്, ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേന് വീടും നാടുമൊക്കെ ഒത്തിരി മിസ് ചെയ്യും കേട്ടോ. പണ്ട് ഞങ്ങളിങ്ങനെ അവധിയൊക്കെ കിട്ടുമ്പോഴത്തേന് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ കൂടും എല്ലാവരും കൂടെ. എന്നിട്ട് വൈകിട്ട് ആറ്റിലൊക്കെ കുളിക്കാൻ പോവും, കളിക്കും, വഴക്കുണ്ടാക്കും, ആകപ്പാടെ ബഹളമായി. അപ്പച്ചൻ വൈകിട്ട് കടയിൽ നിന്ന് വരുമ്പോഴത്തേന് ബേക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരും. ആകപ്പാടെ നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാര്യം എല്ലാവരും ഓരോ കോണിലല്ലേ, കുടുംബങ്ങളൊക്കെ ആയിട്ട് ജോലിയുടെയും പഠിത്തത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് പലയിടത്താട്ടോ എല്ലാവരും. ഇനി എന്ന് കാണുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഓർമ്മിക്കാൻ അങ്ങനെ കുറച്ച് മൊമെൻറ്റ്സ് കിട്ടിയത് തന്നെ വലിയ കാര്യമാട്ടോ. കാര്യം എല്ലാവർക്കും അങ്ങനത്തെ ഭാഗ്യം കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിവേ എന്തേലും ആട്ടെ. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തായിരുന്നു സ്പെഷ്യൽ? നിരണത്തിന് താറാവറി കേട്ടോ സ്പെഷ്യൽ. റാന്നിയിൽ അമ്മച്ചിയുടെ വീട്ടിലാട്ടോ ഫുഡ്. റാന്നിയിലാട്ടോ എൻ്റെ വീട്, നിരണത്താണ് അച്ഛയുടെ വീട്. അതുകൊണ്ട് കേട്ടോ റാന്നിയിലെ നിരണത്തെയും കാര്യം പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് ഏകദേശം സെറ്റായിട്ടോ. ഞങ്ങളുള്ള പച്ചക്കറികളെല്ലാം ഇട്ടിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റ്, ഗ്രീൻ പീസ്, മുട്ട, അത് ഇത് എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷേ സെറ്റായി വന്നപ്പോഴത്തേന് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് തന്നെ ആയേ. ഇതും വെക്കുന്നത് എൻ്റെ അച്ഛ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യനെയും കൊണ്ടാണോ ഈ പെണ്ണ് എപ്പോഴും കുക്ക് ചെയ്യിക്കുന്നതെന്ന്. അങ്ങനെയൊന്നും ഇല്ലായേ. ഞായറ് ശനിയല്ലേ, അപ്പോൾ പിന്നെ രണ്ടുപേരുടെ കുക്ക് ചെയ്യട്ടെ, അതൊക്കെ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ മിക്സ് ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റായി. ആമിക്കുട്ടനും കഴിക്കാൻ കൊടുത്തു. അത്രയൊക്കെയാണേ. അപ്പം ഞങ്ങൾ ഇനിയും കഴിക്കട്ടെ കേട്ടോ. എല്ലാം സെറ്റായി. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ. ഒന്നുകൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വിശക്കുന്നു. ബൈ ബൈ.